എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റാണ് കേട്ടോ. ഒരു 6:30 ആയപ്പോൾ എഴുന്നേറ്റ്. പിന്നെ എണീച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി ചായ കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. പല്ല് തേച്ച് മുറുകി കഴിഞ്ഞാൽ ചിലവരൊക്കെ പച്ചവെള്ളമൊക്കെ കുടിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം കുടിച്ചാൽ ഛർദ്ദിക്കാൻ വരും കേട്ടോ. എനിക്ക് ആദ്യം തന്നെ പാൽ ചായ തന്നെ കുടിക്കണേ. കട്ടൻ ചായ ആയാലും പറ്റില്ല. അപ്പം എണീച്ച് ഞാൻ വേഗം ചായ ഇതൊക്കെ തിളപ്പിച്ചിട്ട് അത് കുടിക്കുകയാണ്. പിന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പം അതെന്തിട്ടാണ് ഉണ്ടാക്കണേ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അതിങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് കുറച്ച് നേരം ഇരുന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി കലക്കി ചുട്ടപ്പം ഉണ്ടാക്കില്ലേ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ആ പത്രമൊക്കെ ഒന്ന് നോക്കി അവിടെ ഇരുന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പൊടിയൊക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കലക്കി തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. അതിന് അപ്പച്ചട്ടിയിലേക്ക് കോരി ഒഴിച്ചിട്ട് അപ്പം ചൂടാൻ. കാരണം ഒരു 9:30 ആകുമ്പോഴേക്കും ഫയ്യാക്ക് മദ്രസയിൽ പോകണം. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് വേണം വിടാനായിട്ട് കേട്ടോ. ഞാൻ ആദ്യം ഒഴിച്ചപ്പോൾ പൊടി ഇച്ചിരി കട്ടിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് പൊടി ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്ത് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അപ്പം നമ്മൾ ഭയങ്കര എന്താ പറയുക, നൈസായിട്ട് ഒട്ടും കട്ടിയില്ലാണ്ട് വേണം കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കോരി ഒഴിക്കുമ്പോൾ നല്ല വെള്ളം പോലെ വീഴുന്നുണ്ട്, ഇതുപോലെ വീഴണേ. അങ്ങനെ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് അടുപ്പത്ത് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടി അരിഞ്ഞിട്ടൊന്ന് വാട്ടാൻ വെച്ചിട്ടുണ്ട്. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും ആക്കി അങ്ങനെ കാലത്തത്തെ പരിപാടിയൊക്കെ ഞാൻ ഒതുക്കി കേട്ടോ. പിന്നെ ഉച്ചക്കലത്തേക്ക് പരിപ്പും ചുരക്കയും കൂടി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പ് കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ചുരക്ക കഴുകി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും കൂടി ചേർത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കണേ. ഇതൊരു 3-4 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെ വേവാണ്ട് ചുരക്ക കിടന്നു കഴിഞ്ഞാൽ ഇവിടെ പിള്ളേർ കഴിക്കൂല, അത് തിരഞ്ഞ് മാറ്റി വെക്കും. അപ്പോൾ ഞാൻ പരിപ്പിൻ്റെ ഒപ്പം തന്നെ ഇതിട്ടിട്ട് വേവിക്കുമ്പോൾ നല്ലപോലെ വെന്തുടഞ്ഞോളുമല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റാത്ത പോലെ ആയിക്കോളും. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരുമിച്ചാണ് ഇടാറ്. പിന്നെ കുറച്ച് എരിവിന് പച്ചമുളക് അധികം ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ പൊരിക്കാനായിട്ട് ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കഴുകി ക്ലീൻ ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ടീച്ച കിടന്ന് പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു കയ്യിൽ ഫോണായതുകൊണ്ട് എനിക്ക് അതിനെ ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും പെരിഞ്ചീരകവും കൂടി പൊടിച്ചതും ഉപ്പും ചേർത്തിട്ട് അതൊന്ന് തിരുമ്മി കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. മസാലയൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമുക്കത് വറക്കാമല്ലോ. പിന്നെ തോരന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ക്യാരറ്റും ബീൻസും കൂടി അരിഞ്ഞിട്ട് അതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കലത്തെ പരിപാടി അങ്ങനെയൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ മീൻ കറി വെച്ചതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ പൊടിയാണെങ്കിൽ മീൻ കറി അധികം കഴിക്കൂല. അധികം എന്നല്ല, ഒട്ടും കഴിക്കൂല മീൻ കറി. മീനൊന്നും അവന് ഇഷ്ടമല്ല. പച്ചക്കറി ഒക്കെ ആണെങ്കിൽ ചാറ് കറി വെച്ചാൽ അതിൻ്റെ ചാറ് മാത്രം, കഷ്ണങ്ങളൊന്നും കഴിക്കൂല, ചാറ് മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പരിപ്പും ചുരക്കയും കൂടി വെച്ചത്. മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അത് മതിയായിരുന്നു ആദ്യം വിചാരിച്ചത് കേട്ടോ. പിന്നെ അതേ ഒലത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ക്യാരറ്റും ബീൻസ് അരിഞ്ഞിട്ട് അത് ഇച്ചിരി ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും ജീരകവും ഉള്ളിയും കൂടി അരച്ചിട്ട് അത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് അതും റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് കടുക് കറിവേപ്പിലയും കൂടി താളിച്ചൊന്ന് ഒഴിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കറികൾ ഇത്രയേ ഉള്ളൂ. ചോറും പരിപ്പ് കറി, അതേപോലെ ഒലത്ത്, മീൻ പൊരിച്ചത്, ചമ്മന്തി ഉണ്ട്. പിന്നെ പായസം ഇരിപ്പുണ്ടായിരുന്നു, പായസം ചൂടാക്കി ഞാൻ അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചക്കാലത്ത് ഊണ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.